നമസ്തേ. ദ്വിതീയ വിഭക്തിയുടെ തന്നെ രണ്ട് പ്രയോഗങ്ങൾ നമ്മൾ കണ്ടു. ഒരു പ്രയോഗം നമ്മൾ മുൻപ് കണ്ടതാണ്, ഒന്ന് ഓർമ്മ പുതുക്കാം നമുക്ക്. പരിതഹ അഭിതഹ എന്ന പദം, ചുറ്റും, രണ്ടിനും ഒരേ അർത്ഥം തന്നെയാണ്. പരിതഹ അഭിതഹ, ചുറ്റും. അപ്പം എന്തിൻ്റെ ചുറ്റുമാണ് എന്നുള്ള ആ പദം ഏതിലായിരിക്കണം? ദ്വിതീയ വിഭക്തിയിൽ ആയിരിക്കണം. ഇപ്പോൾ ഉദാഹരണം നമുക്ക് നോക്കാം. ചഷകഹ. ചഷകഹ ഗ്ലാസ്. ഗ്ലാസ് നമ്മൾ ഈ ഒരു കളി ഉണ്ടല്ലോ, ഇപ്പം ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് ഒരു വലിയൊരു റിങ് തരും അവർ, വലിയൊരു റിങ്. അപ്പം ആ റിങ് മെല്ലെ ആ സാധനത്തിൻ്റെ മുകളിൽ നമ്മൾ എറിയണം. അപ്പം എറിഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ആ സാധനത്തിൻ്റെ ഉള്ളിൽ അത് ഇങ്ങനെ പെടുകയാണെങ്കിൽ ആ സാധനം നമുക്ക് സ്വന്തം. അങ്ങനെ പല കാര്യങ്ങൾ, കുഞ്ഞു 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 കാര്യങ്ങളുണ്ടാകും. കുട്ടികൾക്കുള്ള കളിയിൽ നമ്മൾ അങ്ങനെ ചെയ്യും, വലിയവർക്കുള്ള കളിയിൽ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ വലയം, അതായത് ആ റിങ്, വലയം റിങ് അതിൻ്റെ ഉള്ളിൽ പോയി ഇടുമ്പോൾ ആ സാധനം ആ വലയത്തിൻ്റെ ചുറ്റും, അതായത് ആ സാധനത്തിൻ്റെ ചുറ്റും ആ വലയം ഉണ്ട്. ഇപ്പം ഞാനൊരു ഗ്ലാസ് വരച്ചിട്ടുണ്ട്. ഗ്ലാസ്സിന് ചുറ്റും എന്തുണ്ട്? വലയം ഉണ്ട്. അപ്പോൾ ചഷകഹ ഗ്ലാസ്, അതിൻ്റെ ദ്വിതീയ വിഭക്തി ചഷകം. അപ്പോൾ ചഷകം പരിതഹ, ചഷകത്തിന് ചുറ്റും. പരിതഹ അല്ലെങ്കിൽ അഭിതഹ, ചഷകത്തിന് ചുറ്റും എന്തുണ്ട്? വലയം അസ്തി, വലയമുണ്ട്. ഇനി ഒരു പഴം വരച്ചിട്ടുണ്ട്, ആപ്പിൾ. കണ്ട ആപ്പിളിനെ പോലെ ഇല്ലല്ലേ ആപ്പിൾ. അപ്പം ആപ്പിളിന് ചുറ്റും വലയുണ്ടല്ലോ. ഫലം, സേവഫലം. ആപ്പിളിന് നമ്മൾ സേവഫലം എന്ന് പറയും. സേവഫലം രണ്ടാമത്തെ വിഭക്തി ഫലത്തിൻ്റെ ഫലം തന്നെയാണ്. അപ്പോൾ ഫലം പരിതഹ വലയം അസ്തി, ഫലത്തിന് ചുറ്റും വലയം ഉണ്ട്. ഇനി ഒരു താക്കോൽ വരച്ചിട്ടുണ്ട്. ഇത് താക്കോലിനെ പോലെ ഇല്ലാന്ന് തോന്നുന്നു. താക്കോൽ ഇങ്ങനെ ഇരിക്കുമല്ലോ, താക്കോൽ ഇവിടെ ഇങ്ങനെ വലുതായിട്ടൊരു സാധനം ഉണ്ടാവും. താക്കോലിന് ചുറ്റും വലയുണ്ടല്ലോ അല്ലേ? ഉണ്ടോ? ഇല്ല. താക്കോലിന് ചുറ്റും വലയും ഇല്ല. താക്കോലിന്റെ പേരെന്താണ്? കുഞ്ചിക. ആകാരാന്ത സ്ത്രീലിംഗം. കുഞ്ചിക ആകാരാന്ത സ്ത്രീലിംഗം, അതിന്റെ രണ്ടാമത്തെ വിഭക്തി കുഞ്ചികാം. കുഞ്ചികയുടെ ചുറ്റും, അതായത് അഭിതഹ പരിതഹ ഒരേ അർത്ഥം തന്നെയാണല്ലോ. അതിന് ചുറ്റും വലയം നാസ്തി, വലയം ഇല്ല. ഇനി ഒരു പൂട്ടുണ്ടെന്ന് വിചാരിക്കുക, താലഹ, അതിന് ചുറ്റും വലയം ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് പറയും? താലം, രണ്ടാമത്തെ വിഭക്തി താലഹ, താലം. താലം പരിതഹ വലയം അസ്തി. അഗ്നിപേട്ടിക എന്താണ്? പേട്ടിക ബോക്സ്, അഗ്നിപേട്ടിക ഫയർ ബോക്സ്, ലൈറ്റർ, നമ്മൾ തീപ്പെട്ടിക്ക് അഗ്നിപേട്ടിക. അപ്പോൾ ആകാരാന്ത സ്ത്രീലിംഗം. അഗ്നിപേട്ടികയുടെ ചുറ്റും വലയം ഇല്ല. അപ്പൊ എന്ത് ചെയ്യും നമ്മൾ? അഗ്നിപേട്ടികാം, രണ്ടാമത്തെ വിഭക്തി. അഗ്നിപേട്ടികാം അഭിതഹ പരിതഹ വലയം നാസ്തി. പന്ത്, കന്തുകഹ. ഈ നല്ല രസകരമായ പന്തുകളുണ്ടല്ലോ, ചിരിക്കുന്ന മുഖമുള്ള പന്ത്, കരയുന്ന മുഖമുള്ള പന്ത്, ഇങ്ങനെ പല പല. ഇപ്പോൾ കുട്ടികളുടെ അടുത്ത് കാണിച്ചു കൊടുക്കും. ചിരിക്കുന്ന മുഖമുള്ള പന്ത് കാണിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ ചിരിക്കും. കുട്ടികൾക്ക് ഒരു കാരണവും വേണ്ടല്ലോ, ചുമ്മാ ഇങ്ങനെ കുട്ടികളെ ചിരിക്കുകയല്ലോ. നമ്മൾ എന്ത് പറയുന്നു അത് ഇമിറ്റേറ്റും ചെയ്യുമല്ലോ. അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധയോട് കൂടിയാണ് കുട്ടികളെ കൈകാര്യം ചെയ്യാൻ. കാരണം നമ്മൾ എന്ത് പറയുന്നു അതുപോലെ തന്നെ അവരും പറയുമല്ലോ. ഇപ്പോൾ കന്തുകഹ ബോള്, കന്തുകത്തിൻ്റെ ചുറ്റും വലയമുണ്ട്. കന്തുകം പരിതഹ അല്ലെങ്കിൽ അഭിതഹ വലയം അസ്തി. മാർജകഹ, കുട്ടികൾക്ക് ആവശ്യമുള്ള സാധനമാണ്. മാർജകഹ, മാർജനം ചെയ്യാൻ, മായ്ക്കാൻ സഹായിക്കുന്നത് എന്താണ്? ഇറേസർ. അതിന് മലയാളത്തിൽ എന്താ പറയാ? റബ്ബർ. റബ്ബറും മലയാളത്തിലല്ലല്ലോ, അത് ഇംഗ്ലീഷിലല്ലേ. മാർജകഹ എന്നാണ് സംസ്കൃതത്തിലെ പേര്. മാർജനം ചെയ്യാൻ, അതായത് മായ്ക്കാൻ സഹായിക്കുന്നത് മാർജകഹ. ഇപ്പോൾ മാർജകത്തിന് ചുറ്റും വലയമുണ്ട്. ഇപ്പോൾ മാർജകഹ ദ്വിതീയ വിഭക്തി മാർജകം. പരിതഹ അല്ലെങ്കിൽ അഭിതഹ വലയം അസ്തി. അവസാനത്തെ ചക്രം,
ഒരു ചക്രമുണ്ടെന്ന് വിചാരിക്കുക, വീല്. കുട്ടികൾ ഈ പഴയ സൈക്കിളിൻ്റെയൊക്കെ ചക്രം എടുത്ത് വെച്ചിട്ട് അവരിങ്ങനെ ഉരുട്ടി കളിക്കുമല്ലോ, അതുപോലെ നമുക്കും നീന്താനൊക്കെ സഹായിക്കാൻ ഇങ്ങനെ അതിട്ടിട്ട് അതിൻ്റെ ചുറ്റും നമ്മൾ നിൽക്കുമല്ലോ അല്ലേ. അതിന് ആ വീലല്ലല്ലേ, വേറെന്തോ ചക്രമാണോ ഉപയോഗിക്കുന്നത്? വലിയ വലിയ വണ്ടികളുടെ ആയിരിക്കും, ഹോളോ ആയിട്ടല്ലേ അല്ലേ. ആ, ഇത് കുഞ്ഞാണെങ്കിൽ പിന്നെ നമ്മളും കൂടെ അതിൻ്റെ കൂടി തായപ്പോഴും. ചക്രത്തിന് ചുറ്റും വലയനില്ല. ചക്രം നപുംസകലിംഗ ശബ്ദമായതുകൊണ്ട് രണ്ടാമത്തെ വിഭക്തിയും ചക്രം എന്ന് തന്നെയാണ്. ചക്രം അഭിതഃ അല്ലെങ്കിൽ പരിതഃ വലയം നാസ്തി. അപ്പൊ ദ്വിതീയ വിഭക്തിയുടെ ഒരു പ്രയോഗം കൂടി കണ്ടു. പരിതഃ അല്ലെങ്കിൽ അഭിതഃ എന്ന ശബ്ദത്തിന്റെ കൂടെ വരുന്നത് ഏതാണോ, എന്തിൻ്റെ ചുറ്റുമാണ് എന്ന് സൂചിപ്പിക്കുന്ന ആ പദം ഏതിലായിരിക്കണം? ദ്വിതീയ വിഭക്തി. കൂടുതൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.